നമസ്കാരം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 19 ദിവസം മാത്രമാണ് ബാക്കി. 3 മുന്നണികളും പ്രചരണം പൊടിപൊടിക്കുകയാണ്. അതിനിടെ ഈ മാസം 15-ന് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസവും നാളെയാണ്. ഇതോടെ തെരഞ്ഞെടുപ്പ് കളത്തിൽ ആരൊക്കെയുണ്ടെന്ന് വ്യക്തമാകും. വിശദമായ വാർത്തകളുമായി വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ജോസഫ് ഗ്രൂപ്പ് വിട്ട സജി മഞ്ഞക്കടമ്പിൽ ജോസ് പക്ഷത്തേക്കെന്ന് സൂചന. തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നേക്കും. മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. 2 പേർ കൂടി നിരീക്ഷണത്തിൽ. പ്രതികൾക്കായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. അരുണാചലിലെ കൂട്ടമരണം അന്ധവിശ്വാസത്തെ തുടർന്നെന്നതിന് കൂടുതൽ തെളിവുകൾ. നവീന്റെ കാറിൽ നിന്ന് കത്തികളും അന്യഗ്രഹ ജീവികളുടെ ചിത്രങ്ങളും ക്രിസ്റ്റലുകളും കണ്ടെടുത്തു. തെളിവുകൾ ലഭിച്ചത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ച കാറിൽ നിന്ന്. ഡോൺ ബോസ്കോ എന്ന പേരിൽ ആര്യയ്ക്ക് മെയിൽ അയച്ചത് നവീനെന്നും സൂചന. കരുവന്നൂർ കേസിൽ പിടിമുറക്കി കേന്ദ്ര ഏജൻസികൾ. MM വർഗീസും PK ബിജുവും നാളെ വീണ്ടും ഇഡിക്ക് മുന്നിൽ. മരവിപ്പിച്ച ബാങ്ക് അക്കൌണ്ട് വിവരം തേടി ആദായ നികുതി വകുപ്പ്. കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിച്ച് AAP. രാജ്യവ്യാപകമായി ഇന്ന് ഉപവാസ സമരം. ജന്തർ മന്ദറിലെ സമരത്തിൽ മന്ത്രിമാർ അടക്കമുള്ളവർ പങ്കെടുക്കും. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 19 ദിവസം. പ്രചരണം ശക്തമാക്കി 3 മുന്നണികളും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സൌഹൃദ വേദിയല്ലെന്ന് ആനി രാജ ന്യൂസ് 18നോട്. വയനാടിനെ കുറിച്ച് പാർലമെന്റിൽ മിണ്ടാത്ത നേതാവാണ് രാഹുൽ ഗാന്ധിയെന്നും വിമർശനം. ഗാസയിൽ യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് 6 മാസം. വെടിനിർത്തലിനായി ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ ഇന്ന് സമാധാന ചർച്ച. ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുക്കും. അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം. 6.3 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനമുണ്ടായത് പുലർച്ചെ 2:30-ഓടെ. വിശദമായി വാർത്തകൾ നോക്കാം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ജില്ലാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് എമ്മിലേക്കെന്ന് സൂചന. തെരഞ്ഞെടുപ്പിന് പിന്നാലെ സജി മഞ്ഞക്കടമ്പിൽ മാണി ഗ്രൂപ്പിൽ എത്തിയേക്കും. തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് എമ്മിലെടുത്താൽ എതിരാളികൾക്ക് രാഷ്ട്രീയ ആയുധമാക്കാമെന്നാണ് വിലയിരുത്തൽ. സജി അനാഥനാകില്ലെന്ന് മന്ത്രി VN വാസവനും വ്യക്തമാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പിന്റെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്നു ശ്രീ സജി മഞ്ഞക്കടമ്പൻ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഏറ്റവും കൂടുതൽ സംഘടനാ പ്രവർത്തനം നടത്തുകയും ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പാർട്ടിയെ തന്നെ ഒരുപക്ഷെ കോട്ടയം ജില്ലയിൽ പിടിച്ചു നിർത്തിയിരുന്നതിൽ ഒരാൾ ശ്രീ മഞ്ഞക്കടമ്പനായിരുന്നു. അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും അവഗണിക്കുകയും അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും മാറ്റി നിർത്തുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടി വളർന്നു വന്നിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അദ്ദേഹത്തിൻ്റെ ഭാവി നിലപാടുകളെ ആശ്രയിച്ചിരിക്കും. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നാലും ആരും അനാഥരാവില്ല എന്ന കാര്യം നമുക്കറിയാം. പൊതുവെ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരും. ശ്രീജിത്ത്, ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കം നടക്കുന്നുണ്ടോ? നിലവിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനില്ല. പൊതുപ്രവർത്തകനായി തുടരും. പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണികളിലേക്കൊന്നുമില്ല. താൻ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമെന്നാണ് സജി മഞ്ഞക്കടമ്പിൽ ഇന്നലെ വ്യക്തമാക്കിയത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ സജിയുടെ രാജി അത് UDF ക്യാമ്പ് കൃത്യമായി വിലയിരുത്തുന്നത് അത് എതിരാളികൾ സജിയെ ആയുധമാക്കിയതാണ് എന്നുള്ളതാണ്. അത് കേവലം വെറുതെയല്ല.
അപ്പുറത്ത് ചർച്ചകളടക്കം നടത്തി കൃത്യമായ ഉറപ്പ് സ്വീകരിച്ച ശേഷമാണ് സജി ഈ സമയത്ത് ഒരു പ്രശ്നമുണ്ടാക്കി പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ ഒരു വിലയിരുത്തലുള്ളത്. അതേസമയം തന്നെ ഇക്കാര്യം കേരള കോൺഗ്രസ് എം നേതാക്കളും പലരും സജി നിലപാട് വ്യക്തമാക്കട്ടെ എന്നൊരു നിലയിലാണ് പ്രതികരിക്കുന്നത്. അവർ പറയുന്നത് അവരിൽ പല അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ സജി LDF എത്തിയാൽ, കേരള കോൺഗ്രസ് എമ്മിൽ എത്തിയാൽ അത് ഒരുപക്ഷെ സജിയെ ഈ മോൻ ജോസഫിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി സജി ഉന്നയിച്ചതാണ്. അതിനൊന്നും ഒരു കഴമ്പുമില്ല. ഈ ആരോപണങ്ങൾക്ക് പിന്നിലെല്ലാം കേരള കോൺഗ്രസ് എം ആണ് എന്ന നിലയിൽ ഒരുപക്ഷെ ജനങ്ങൾ ചിന്തിച്ചേക്കാം. അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാനുള്ള കാരണമാകും എന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം മതി, അതായത് ഇപ്പോൾ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളും ഡാമേജുകളും എല്ലാം UDF സജി മഞ്ഞക്കടമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് LDF ഗുണമാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് പെട്ടെന്ന് പാർട്ടിയിലേക്ക് എടുക്കുകയല്ല. അതിനുശേഷം സജി പറഞ്ഞതുപോലെ കുറച്ച് നാളിന് ശേഷം പാർട്ടിയിലേക്ക്, തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ എടുക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് ആ പാർട്ടി പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രി VN വാസവന്റെ പ്രതികരണം, മന്ത്രി VN വാസവൻ വെറുതെ പറയുകയല്ല, വളരെ കൃത്യമായി പറയുകയാണ്. സജി മിടുക്കനാണെന്നും സജിയെ ഇല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് ഇല്ല എന്നൊക്കെ പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തന്നെ എന്ന് തന്നെ പറയേണ്ടത്. അതായത് സജി വേറെ ഏതെങ്കിലും ഇപ്പോൾ BJP മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ VN വാസവൻ പറഞ്ഞ പ്രസ്താവന അത് നാളെ അവർക്ക് തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തതയോടുകൂടി കൃത്യമായ അറിവുകൾ ലഭിച്ച ശേഷമാണ് ഇത്തരം പ്രതികരണങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ ചർച്ചകളും നീക്കങ്ങളും ഒക്കെ സജീവമാണ്. സജിയെ തിരികെ എത്തിക്കണം എന്ന നിലപാടും ഉണ്ട്. പക്ഷേ ഈ പ്രശ്നകാലത്ത്, അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രശ്നമുണ്ടാക്കിയ ആളെ തിരിച്ചെടുക്കേണ്ട എന്ന നിലപാടാണ് ജോസഫ് ഗ്രൂപ്പിൽ കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ അനന്വയ നീക്കങ്ങൾ ചിലതെങ്കിലും നടക്കുന്നുണ്ടെങ്കിലും സജി തൽക്കാലം ഇപ്പോഴത്തെ നിലയിൽ തന്നെ, അതായത് പാർട്ടിയിൽ നിന്ന് പുറത്ത് എന്ന നിലയിൽ തന്നെ നിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ട മർദ്ദനത്തിൽ അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. 2 പേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതേസമയം കേസിലെ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ കോടതിയെ സമീപിക്കാനാണ് നീക്കം. ഡാനി പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ? അന്വേഷണ സംഘം എന്താണ് പറയുന്നത്? പാർവതി, ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കസ്റ്റഡിയിലുള്ള പ്രതികൾ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്ത പ്രതികൾ അവരിപ്പോൾ റിമാൻഡിലാണ്. ഇത് കൂടാതെയും വേറെയും പ്രതികളുണ്ട് എന്ന സൂചനകളിലേക്കാണ് പോലീസ് ചെല്ലുന്നത്. അതിന് ആനുപാതികമായി ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് ഈ നിലവിൽ അറസ്റ്റ് ചെയ്ത പ്രതികളുടെ പക്കൽ നിന്ന് എടുത്ത മൊബൈൽ ഫോണുകൾ പരിശോധിച്ചതിൽ നിന്നാണ്. കാരണം അതിൽ പരിശോധിക്കുമ്പോൾ ചില ദൃശ്യങ്ങൾ അതിൽ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ചിലത് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഉള്ള ദൃശ്യങ്ങൾ ഇതെല്ലാം തന്നെ വിപുലമായ രീതിയിൽ തന്നെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ മറ്റു ചിലർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പോലീസ് നിഗമനത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് ചിലർ നിരീക്ഷണത്തിലാണ്. ഏതാണ്ട് 3ഓളം പേർ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയുണ്ട്. ഇവരുടെ മൊബൈൽ ഫോൺ വിവരങ്ങൾ അടക്കം പോലീസ് പരിശോധിക്കുന്നു. ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടവരെല്ലാം തന്നെ വിശദാംശങ്ങളടക്കം മൊബൈൽ ഫോൺ രേഖകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയതും കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത പലരും തന്നെ പ്രതികളല്ല എന്നൊരു ആക്ഷേപം അവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം ഇയാളെ സഹായിക്കാൻ, ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാൻ ചെന്ന പലരും തന്നെ ഇതിൽ പ്രതികളായിട്ടുണ്ട്. പോലീസ് അവരെയും ഇത് പ്രതിസ്ഥാനത്തേക്ക് ചേർത്തു എന്ന വളരെ ഗുരുതരമായ ആക്ഷേപവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം പോലീസ് നടത്തണം. ഇയാൾക്ക് എവിടെ നിന്നാണ് പരിക്കേറ്റത് എന്നതാണ് ഇപ്പോഴും ഒരു അവ്യക്തത. ആൾക്കൂട്ട ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലും ഇയാൾ ആ വീട്ടിൽ നിന്ന്, ഇയാളുടെ വനിതാ സുഹൃത്തിനെ കാണാൻ ചെന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെയും ഇയാൾക്ക് പരിക്കേറ്റിരുന്നു. അത് അയാളുടെ കൈ ചില്ലലമാരയിൽ ഉടച്ചുള്ള ഒരു പരിക്കാണെന്ന് പറയുമെങ്കിൽ കൂടിയും അവിടെ അതിനിടയിൽ എവിടെ വെച്ചെങ്കിലും മർദ്ദനമേറ്റിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് നാട്ടുകാർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ഈ വനിതാ സുഹൃത്തിൻ്റെയും അതോടൊപ്പം തന്നെ അവർക്കൊപ്പം താമസിച്ചിരുന്ന മറ്റൊരു പെൺകുട്ടിയും മൊഴിയെല്ലാം തന്നെ മജിസ്ട്രേറ്റ് വിശദമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിക്കും. അതിനുശേഷം ആയിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഒരുപക്ഷെ കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കുകയും കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുന്നത്. പാർവതി, ശരി. മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ടാക്രമണത്തിൽ കൂടുതൽ പേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. വിവരങ്ങൾ നൽകിയത് ഡാനി പോൾ.
അരുണാചൽ പ്രദേശിൽ മരിച്ച മലയാളികളായ 3 പേരും അന്ധവിശ്വാസത്തെ പിന്തുടർന്നുവെന്നതിന് കൂടുതൽ തെളിവുകൾ. ഡോൺ ബോസ്കോ എന്ന ഐഡിയിൽ നിന്നും ആര്യയ്ക്ക് വന്ന മെയിൽ പരാമർശിക്കുന്ന ക്രിസ്റ്റലുകളും ചിത്രങ്ങളും നവീന്റെ കാറിൽ നിന്ന് കണ്ടെടുത്തു. അരുണാചൽ യാത്രയ്ക്ക് മുൻപ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ച കാറിലാണ് തെളിവുകൾ ഉണ്ടായിരുന്നത്. വി വിനോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ബ്ലാക്ക് മാജിക് നടന്നുവെന്ന് തന്നെയാണോ പോലീസ് സ്ഥിരീകരിക്കുന്നത്? ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട് എന്താണ് കൂടുതൽ പറയുന്നത്? പാർവതി, നവീന്റെ കാറ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. ഈ കാറിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. കാറിനുള്ളിൽ നിന്ന് അന്യഗ്രഹ ജീവിയുടെ, നമ്മൾ സാധാരണ നിലയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളുണ്ട്, ഈ അന്യഗ്രഹ ജീവികൾ എന്ന നിലയിൽ ആ തരത്തിലുള്ള ചിത്രം കണ്ടെടുത്തു. ക്രിസ്റ്റലുകൾ, അതോടൊപ്പം തന്നെ കത്തി തുടങ്ങിയ കാര്യങ്ങൾ ഈ വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ഡോൺ ബോസ്കോ എന്ന പേരിൽ നേരത്തെ തന്നെ ആര്യയ്ക്ക് മെയിലുകൾ വന്നിരുന്നു. ഒരുപക്ഷെ ഈ ആൾമാറാട്ടം നടന്നിരിക്കാം. ഡോൺ ബോസ്കോ എന്ന പേരിൽ ഒരുപക്ഷെ നവീൻ തന്നെ ആയിരിക്കാം ഈ മെയിലുകൾ അയച്ചത്. ഇങ്ങനെ വന്ന PDF ഫയലുകളിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ് ഇപ്പോൾ കാറിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ ബ്ലാക്ക് മാജിക് തന്നെ എന്ന ഒരു നിലയ്ക്ക് തന്നെയാണ് ഇതിന്റെ ഒരു അന്വേഷണം നീങ്ങുന്നത്. നവീനാണ് ഇതിലെ മുഖ്യ കണ്ണി. നവീൻ ഇതിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും പിന്നീട് ഭാര്യയെ കൂടി ആ ഒരു വഴിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഭാര്യ ദേവിയുടെ സുഹൃത്താണ് ആര്യയെയും പിന്നീട് ഇതിലേക്ക് ആകർഷിക്കുകയായിരുന്നു. അതിന് ആര്യയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നവീന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന ഒരു പ്രാഥമിക നിഗമനമുണ്ട്. ഏതായാലും ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണ സംഘം യോഗം ചേരുന്നുണ്ട്. ഇതുവരെയുള്ള അന്വേഷണം വിലയിരുത്തുന്നതിന് വേണ്ടിയാണ്. ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ പോലീസ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകുമെന്നാണ് നമ്മൾ കരുതുന്നത്. പാർവതി. ശരി വിനോദ്. ICU പീഡന കേസിൽ അതിജീവിതയെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിത ഇന്ന് ജോലിയിൽ പ്രവേശിക്കും. ഇന്നലെ രാത്രിയാണ് അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമിച്ച് ഉത്തരവിറങ്ങിയത്. 6 ദിവസം നീണ്ട സമരത്തിനൊടുവിലാണ് സർക്കാർ അനിതയ്ക്ക് നിയമനം നൽകിയത്. അനിത നൽകിയ കോടതിയലക്ഷ്യ ഹർജി നാളെയാണ് പരിഗണിക്കുന്നത്. കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ ചേരും. അനീഷ്, ഈ കോടതിയലക്ഷ്യ ഹർജി നാളെ പരിഗണിക്കുകയാണ്. എന്തുകൊണ്ടാണ് അനിതയുടെ നിയമനം വൈകി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ വിശദീകരിക്കേണ്ടി വരുമോ? പാർവതി, തീർച്ചയായും ഇക്കാര്യത്തിൽ സർക്കാർ വിശദീകരിക്കുകയും ചെയ്യും. ഒപ്പം ഒരു പുനഃപരിശോധനാ ഹർജി നൽകുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ അതിജീവിത പീഡിപ്പിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് മേൽനോട്ടത്തിലെ പിഴവുണ്ടായി എന്നാരോപിച്ചാണ് അനിത അടക്കമുള്ള നഴ്സിംഗ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റം ചെയ്തത്. ഇതിനുശേഷം പിന്നീട് സ്ഥലം മാറ്റപ്പെട്ട 2 ജീവനക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച് സ്റ്റേ നേടുകയും പിന്നീട് തിരിച്ചു എത്തുകയും ചെയ്തു. എന്നാൽ അനിതയ്ക്ക് ആദ്യം സ്റ്റേ നൽകിയ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പിന്നീട് സർക്കാരിന്റെ ഉത്തരവ് ശരിവെക്കുകയായിരുന്നു. കാരണം സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ, DMA നൽകിയ റിപ്പോർട്ടിൽ ഗുരുതരമായ മേൽനോട്ടക്കുറവ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അനിതയ്ക്കുണ്ടായി എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യങ്ങൾ അംഗീകരിച്ച ട്രൈബ്യൂണൽ ഈ സ്ഥലമാറ്റം ശരിവെക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പിന്നീടാണ് ഹൈക്കോടതിയെ അനിത സമീപിക്കുകയും തന്റേതായ അല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ തന്നെ സ്ഥലം മാറ്റി, അതുകൊണ്ട് തന്നെ തിരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്നെ വീണ്ടും നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇത് അംഗീകരിച്ച കോടതി അത്തരമൊരു ഉത്തരവിറക്കുകയായിരുന്നു. എന്തായാലും ആ ഉത്തരവിനെതിരെ കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്തും. ഈ സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും അറിയിച്ചിരുന്നു. ഒപ്പം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചോദിച്ച് അനിത അപേക്ഷ നൽകുമ്പോൾ മറ്റു സമാനമായ ആവശ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന 18ഓളം ആളുകൾ വേറെയുണ്ട്, 18ഓളം ജീവനക്കാർ വേറെയുണ്ട്. അവർക്കൊക്കെ ഈ അനിതയെക്കാട്ടിലും സീനിയോറിറ്റി ഉള്ള ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒന്നിലധികം ആളുകൾ ഒരു കാര്യത്തിൽ ആവശ്യം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് നിയമനം ആവശ്യപ്പെടുമ്പോൾ അതിൽ യോഗ്യരായ മറ്റാളുകൾ ഉണ്ടെങ്കിൽ അവരെ പരിഗണിച്ച ശേഷം മാത്രമേ അനിതയെ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ എന്ന സാങ്കേതികത്വം കൂടുതൽ മുമ്പിൽ സർക്കാർ അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പ്രതികാര നടപടി എന്നതിനപ്പുറം ഭരണപരമായ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരാളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാവും ഇത്തരമൊരു നടപടി സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇത്തരമൊരു
പുനഃപരിശോധന ഹർജിയോ അല്ലെങ്കിൽ തന്റെ സ്ഥലം മാറ്റത്തെ സാധൂകരിക്കുന്നതിനുള്ള നിലപാടോ വീണ്ടും കോടതിയിൽ സ്വീകരിക്കുമെന്നൊരു സംശയമുള്ളതുകൊണ്ട് തന്നെ നാളെ ഉള്ള പുനഃപരിശോധന ഹർജിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അനിത വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി അനിതയ്ക്ക് ആശുപത്രിയിൽ വീണ്ടും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചിരുന്നു. ഇന്ന് 10 മണിയോടുകൂടി അവർ ആശുപത്രിയിൽ വീണ്ടും തിരികെ ജോലിയിൽ പ്രവേശിക്കും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും PK ബിജുവിനെയും ED നാളെ ചോദ്യം ചെയ്യും. ഇരുവരെയും കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാൻ ആദായ നികുതി വകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകുക. ഡാനി, കരുവന്നൂരിൽ കൂടുതൽ പിടിമുറുക്കുകയാണ് ED. നാളെ 2 നേതാക്കളെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടോ? ഒപ്പം ആദായ നികുതി വകുപ്പിന്റെ നീക്കവും എങ്ങനെയാണ്? പാർവതി, കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ ED അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പ് എന്നിവയുടെ ഒരു സംയുക്ത അന്വേഷണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ MM വർഗീസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടന്നു പോകുമ്പോൾ അതേസമയം തന്നെയാണ് തൃശ്ശൂരിൽ പരിശോധന നടത്തുന്നത്. ആദായ നികുതി വകുപ്പ് തൃശ്ശൂർ CPMന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടുകളിലേക്കുള്ളാണ് പരിശോധന നടത്തിയത്. അവിടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു അക്കൗണ്ട് അത് മരവിപ്പിക്കുന്ന നടപടികളിലേക്കടക്കം തുടർന്ന് കടക്കുകയും ചെയ്തു. ഇതെല്ലാം ഒരേ സമയത്ത് തന്നെ നടക്കുകയും ചെയ്യുന്നു എന്നതാണ് പ്രത്യേകത. പിന്നീട് ഉദ്യോഗസ്ഥർ കൊച്ചിയിലേക്ക് വരികയും MM വർഗീസിനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായി. MM വർഗീസിനെ മൊബൈൽ പിടിച്ചെടുത്തു, അതായത് കസ്റ്റഡിയിലേക്ക് വാങ്ങി പരിശോധനകൾക്കെന്നാണ് പിന്നീട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു, ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നു എന്നതാണ് ഇപ്പോൾ ഉള്ള ഒരു സ്ഥിതിഗതികൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ED കടക്കുന്നു എന്നതും അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പിൻ്റെ സമാനമായ രീതിയിലുള്ള നടപടികളും നേരിടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് CPM മാറുന്നുണ്ട്. CPM വലിയൊരു പ്രതിരോധത്തിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയൊരു പ്രതിരോധത്തിലേക്ക് CPM കരുവന്നൂരിനെ ചൊല്ലി മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് രാഷ്ട്രീയ നീക്കം എന്ന രീതിയിൽ CPM പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അത് വലിയ രീതിയിലേക്ക് തന്നെയാണ് അന്വേഷണം ഏജൻസികൾ കൊണ്ടുപോകുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടിൽ ഇത്രയും തുക എങ്ങനെ വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതും സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പണം പിൻവലിക്കുന്നുണ്ട്. അതെല്ലാം സ്വാഭാവികമായ നടപടികൾ തന്നെയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ പോലും ഈ കരുവന്നൂർ വിഷയവുമായി അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഏജൻസികൾ ഈ അന്വേഷണം ഈ ബാങ്കുമായി നടത്തിയ CPMന്റെ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച് ഇടപാടിനെ ബന്ധിപ്പിക്കുന്നത് എന്നതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്തായാലും നാളെ ഈ വിഷയത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വേണ്ടി PK ബിജുവിനോടും അതോടൊപ്പം തന്നെ MM വർഗീസിനോടും ഹാജരാകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ പലതവണ അവർ നോട്ടീസ് നൽകിയിട്ട് MM വർഗീസ് നോട്ടീസ് നൽകിയിരുന്നു. 4 തവണ ഹാജരായിരുന്നു. അതിനിടയിൽ ഒരു തവണ നോട്ടീസ് നൽകിയപ്പോൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം നീട്ടിവെക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം, ഈ ഒരു അന്വേഷണം മുറുകുന്ന ഒരു ഘട്ടത്തിൽ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വളരെ അപ്രതീക്ഷിതമായി തൃശ്ശൂർ സന്ദർശിക്കുകയും ഈ തൃശ്ശൂരിലെ ജില്ലാ നേതാക്കൾ അടക്കമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം വന്നിരിക്കുന്ന ഒരു നോട്ടീസിനെയും ഇവർ നിരാകരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അന്വേഷണ ഏജൻസികൾക്ക് മുൻപാകെ MM വർഗീസും അതോടൊപ്പം തന്നെ PK ബിജുവും വളരെ കൃത്യമായിട്ട് തന്നെ എത്തുകയും ചെയ്തു. മറ്റ് നോട്ടീസ് നൽകിയവരും തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ എത്തുകയും ചെയ്തു. അതുകൊണ്ട് നാളെയും നോട്ടീസിനോട് പ്രതികരിക്കാൻ തന്നെയാണ് ഒരു സാധ്യതയുള്ളത്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അന്വേഷണ ഏജൻസികൾ കടക്കുന്നു. ഒപ്പം ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനകൾ, തുടർ പരിശോധനകൾ തൃശ്ശൂർ ജില്ലയിലെ മറ്റ് അക്കൗണ്ടുകളിൽ ഉണ്ടാകുമോ എന്നതും കൂടി ആണ് ഈ വരും ദിവസങ്ങളിൽ നിരീക്ഷിക്കേണ്ടത്. പാർവതി. ശരി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടിയുടെ രാജ്യവ്യാപക ഉപവാസം ഇന്ന്. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടക്കുന്ന ഉപവാസത്തിൽ മന്ത്രിമാർ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. ER രാഗേഷ് വിവരങ്ങൾ നൽകും. രാഗേഷ്, കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ആം ആദ്മി പാർട്ടി. എപ്പോഴാണ് ഉപവാസം തുടങ്ങുന്നത്? വിവരങ്ങൾ. പാർവതി, അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ തുടർ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയാണ് ആം ആദ്മി പാർട്ടി. കാരണം കഴിഞ്ഞ 31-ന് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഡൽഹി രാംലീല മൈതാനിയിൽ ബഹുജന റാലി സംഘടിപ്പിച്ചിരുന്നു. ഈ റാലി സംഭവിക്കാനുള്ള കാരണം തന്നെ കേജ്രിവാളിൻ്റെ അറസ്റ്റായിരുന്നു. ഏതായാലും ഇന്ന് രാജ്യവ്യാപകമായി ഉപവാസ സമരമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 11 മണി മുതൽ ഉപവാസ സമരം ആരംഭിക്കും എന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ കേന്ദ്രങ്ങളിലായിരിക്കും
ഇത്തരത്തിൽ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഉപവാസ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഡൽഹി ജന്തർ മന്ദർ തന്നെയാണ്. ജന്തർ മന്ദർ അരവിന്ദ് കെജ്രിവാൾ അടക്കം നിരവധി സമരങ്ങൾ നടത്തിയ സ്ഥലമാണ് ജന്തർ മന്ദർ. അവിടെയാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ ഒപ്പം തന്നെ ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഏതായാലും ആം ആദ്മി പാർട്ടി സമരം നടത്തുന്നത്. പക്ഷേ രാജ്യത്ത് മാത്രമല്ല, രാജ്യത്തിന് പുറത്തും ലണ്ടൻ, ന്യൂയോർക്ക് ഒപ്പം തന്നെ മെൽബൺ തുടങ്ങിയ നഗരങ്ങളിലും സമാനമായ രീതിയിൽ ഉപവാസ സമരം നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടി. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കൾ, MLA മാർ ഒപ്പം തന്നെ MP മാർ തുടങ്ങിയവരൊക്കെ തന്നെ ജന്തർ മന്ദറിലെ സമരത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസമാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായ രാജ്യസഭാംഗം സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചത്. അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഊർജ്ജമാണ്. പ്രത്യേകിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് ഇതെന്നായിരുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി വന്ന സഞ്ജയ് സിംഗിൻ്റെ പ്രസ്താവന, അതായത് ഒരു പൊതു മിനിമം പരിപാടി ഇന്ത്യ സഖ്യകക്ഷികൾ തയ്യാറാക്കണമെന്നായിരുന്നു. ഏതായാലും സമരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കും. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. പാർവതി. ശരി, അരവിന്ദ് കെജ്രിവാളിന്റെ രാജിയിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ഇന്ന് ഉപവാസം നടക്കും രാജ്യവ്യാപകമായി. വിവരങ്ങൾ നൽകിയത് ER രാഗേഷ്. ഇനി ഇടവേള. കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റൽ മുസ്ലിം ജമാഅത്ത് മസ്ജിദിൽ ഇഫ്താർ സംഗമം നടത്തി. പള്ളിയങ്കണത്തിൽ നടന്ന നോമ്പുതുറയിൽ സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവർ പങ്കെടുത്തു. മെഡിട്രീന MDയും ചെയർമാനുമായ ഡോക്ടർ പ്രതാപ് കുമാർ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് CEO ഡോക്ടർ മഞ്ജു പ്രതാപ്, COO രജിത് രാജൻ, ഡോക്ടർ ആര്യ, മീഡിയ ഹെഡ് റിയാസ് ബിൻ ഷറഫ്, മതപണ്ഡിതർ തുടങ്ങിയവർ ഇഫ്താറിന് നേതൃത്വം നൽകി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ മാസത്തിൽ ഇഫ്താർ ഭക്ഷണ വിതരണത്തിനായി 2.4 ദശലക്ഷം ദിർഹം സംഭാവന ചെയ്തു. 13 രാജ്യങ്ങളിലായി മലബാർ ഗ്രൂപ്പ് വർഷം മുഴുവനും നടത്തിയ ESG സംരംഭങ്ങൾക്ക് പുറമെയാണ് ഈ പ്രവർത്തനം നടന്നത്. എംബസികൾ, അധികാരികൾ, NGOകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബ്രാൻഡ് അർഹരായ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഇഫ്താർ ഭക്ഷണവും ഭക്ഷണ വിതരണ കിറ്റുകളും നൽകി. കമ്മ്യൂണിറ്റി ക്ഷേമത്തിനും ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി മലബാർ ഗോൾഡ് പ്രവർത്തിച്ചു വരികയാണ്.